സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആറാമത്തെ സങ്കീർത്തനം 1 മുതൽ അവസാനം വരെയുള്ള വചനങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. ഞാനൊരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ അടുത്ത വചനം വായിക്കുക. സങ്കീർത്തനം 6. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുതേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? ദുഃഖം കൊണ്ട് എന്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ദൈവം ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ ദാവീദാണ്. ഈ സങ്കീർത്തന പുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങൾ ഉണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ദാവീദ് എഴുതിയത് അല്ല. ചിലത് ആസാഫ് എഴുതിയതാണ്. കുറച്ച് കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളാണ്. ശലോമോൻ എഴുതിയ 2 സങ്കീർത്തനങ്ങളുണ്ട്. ഒരു സങ്കീർത്തനം മോശ എഴുതിയിരിക്കുന്നതാണ്. ഇതിലേറ്റവും കൂടുതൽ ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ഇവിടെ സങ്കീർത്തനത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സംഗീത പ്രമാണിക്ക് തന്ത്രി നാദത്തോടുകൂടി അഷ്ടമ രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ്. ദാവീദിന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം കീർത്തനങ്ങളായി മാറി. ഒരു കീർത്തനം, ഒരു സങ്കീർത്തനം, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പാട്ട്, ഒരു ഗീതം എന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം പഠിപ്പിച്ചതായ, പാട്ടുകളോട് കൂടിയതായ, അർത്ഥവത്തായിരിക്കുന്നതായ പാട്ടുകൾ ഇന്ന് വളരെ കുറവാണ് കാണുന്നത്. ഈ ദിവസം മ്യൂസിക്കിന് വേണ്ടിയാണ് പാട്ടുകൾ എഴുതുന്നത്. ആദ്യം മ്യൂസിക് ട്രാക്ക് ഉണ്ടാക്കിയിട്ട് പിന്നീട് പാട്ടെഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന തന്നെ കീർത്തനമായിട്ട്, അവൻ്റെ അപേക്ഷകൾ കീർത്തനമായിട്ട്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കീർത്തനമായിട്ട് എഴുതുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള കീർത്തനങ്ങൾ അനേകരുടെ ഹൃദയങ്ങളെ തൊടുവാനിടയാകും. എനിക്ക് പാട്ടെഴുതുവാൻ അറിയില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു. എന്നാൽ പാട്ടുകൾ എഴുതാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടില്ല. എഴുതിയതായ പാട്ടുകൾ ഞാൻ പാടുവാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഒരു ദിവസം ഞാൻ വളരെ ദുഃഖിതനായിരുന്നു, വളരെ നിരാശയിൽ ആയിരുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമില്ല? ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല? ഒന്നും എനിക്ക് സാധിക്കുവാൻ കഴിയുന്നില്ല. എന്തു ചെയ്താലും എനിക്ക് ഒരു ഫലം കാണുവാൻ കഴിയുന്നില്ല എന്ന് നിരാശയോടുകൂടി ഞാനിങ്ങനെ എഴുതി രാഗമില്ലാത്ത പാട്ട്. ഞാനിട്ട ഹെഡിങ് എങ്ങനെയാണ്? രാഗമില്ലാത്ത പാട്ട്. അങ്ങനെ അതെഴുതിയിട്ട് ഒരു രാത്രി മുഴുവൻ, ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. ആ പ്രാർത്ഥനയിൽ ഒരു രാഗത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഇടയായി. അതായത് അതിന് മറ്റ് താളങ്ങളൊന്നും തന്നെയില്ല. എന്താണ്? ഒരു പാട്ട് പോലെ മൂളിക്കൊണ്ട്, കരഞ്ഞുകൊണ്ട്, ആനന്ദിച്ചുകൊണ്ട്, എന്താണ്, ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പറയുവാനിടയായി. നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പറയുക. ആരെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തിയെന്നിരിക്കട്ടെ, നിങ്ങളെ നിന്ദിച്ചെന്നിരിക്കട്ടെ, നിങ്ങളെ അപമാനിച്ചു, നിങ്ങളെ ദുഷിച്ചു,
അവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ദുഃഖത്തോടുകൂടി നിങ്ങൾ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ കഴിയും? അവരോടും തിരിച്ചങ്ങനെ തന്നെ സംസാരിക്കുമോ? അതോ അകത്ത് ചെന്നിട്ട് മുറിയിൽ കിടക്കയിൽ കിടന്ന് തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് നിങ്ങൾ സങ്കടത്തോടുകൂടി പൊട്ടിക്കരയുമോ? എന്തു ചെയ്യും? ഈ ദിവസം മുതൽ ദുഃഖകരമായ സാഹചര്യം വരുമ്പോൾ, നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അമ്മയോട് ഈ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കാനിടയാകും, പ്രോത്സാഹിപ്പിക്കും എന്ന ആഗ്രഹത്തോടുകൂടി ചെന്ന് പറയുമ്പോൾ നിങ്ങളെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാതെ നീ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തതായ സമയത്ത് പെട്ടെന്ന് നീ നിരാശപ്പെടുന്നു എന്ന് വിചാരിക്കൂ. നീ വിചാരിച്ചതിന് അപ്പുറമായിട്ട് സംഭവിച്ചെന്ന് വിചാരിക്കുക. അതുമാത്രമല്ല, നീ ചെയ്തത് നല്ല കാര്യമാണ്, നല്ല പ്രവൃത്തിയാണ്, ശരിയായതാണ് ചെയ്തത്. എന്നാൽ മറ്റുള്ളവർ നിന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ നിന്നെ മനസ്സിലാക്കാതെ നിന്നെ ദുഷിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന് വിചാരിക്കുക. എന്തു ചെയ്യും? നിരാശപ്പെടരുത്. കഷ്ടകാലത്ത് നീ തകർന്നു പോവുകയാണെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനായി മാറും. പിശാചിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നമ്മെ അവന് കഴിവില്ലാത്തവരാക്കി മാറ്റണം. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മെ എല്ലാവരെയും പ്രയോജനമുള്ളവരാക്കി മാറ്റണം. ദൈവം നമ്മെ ജനിപ്പിച്ചപ്പോൾ തന്നെ എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഓരോ പദ്ധതികൾ ഒരുക്കിയിട്ട് നാം എല്ലാവരും അവന്റെ നാമത്തിനായിട്ട് ചില വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നമ്മെ സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതകാലം ഒക്കെയും പ്രയോജനമായി തീരണം. 6 മാസം ഉറക്കം, 6 മാസം ജോലി എന്നല്ല. ജീവിതകാലം മുഴുവൻ അനുഗ്രഹമായി തീരണമെന്നാണ്, നാം ആയിരിക്കുന്നിടത്ത് അനുഗ്രഹമായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ പിശാചിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒന്നിനും കൊള്ളാത്തവനായി തീർക്കണം, നിന്നെ നിരാശപ്പെടുത്തണം, നിന്നെ തകർത്തു കളയണം, ജീവിതത്തിൽ നീ ഒന്നിനും കൊള്ളാത്തവനായി തീരണമെന്നാണ്. ദാവീദിന്റെ ജീവിതം നാം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടങ്ങളും പദ്ധതികളും അനേകം ഉണ്ട്. അതേ സമയത്ത് സാത്താനും ദാവീദിന്റെ മേൽ ദൃഷ്ടിവെച്ചു. ദാവീദിനെ എങ്ങനെയെങ്കിലും തകർത്തു കളയേണ്ടതിന്, പ്രയോജനമില്ലാത്തവനാക്കി മാറ്റാൻ, കുറ്റവാളിയാക്കി മാറ്റാൻ, പാപിയായിട്ട് മുദ്ര കൊത്തുവാൻ പിശാച് പല രീതിയിലും പരിശ്രമിച്ചതായി കാണാം. ദാവീദിന്റെ ജീവിതത്തിൽ ആ സാഹചര്യത്തിൽ കൂടി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പദ്ധതികൾ നാം അറിയുന്ന സമയത്ത് നമ്മുടെ സാഹചര്യം എങ്ങനെയായി തീർന്നാലും, മനുഷ്യർ നമ്മെക്കുറിച്ച് എന്തൊക്കെ വിചാരിച്ചെന്നാലും, മനുഷ്യർ നമുക്ക് എതിരെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും, നാം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആർക്കും നമുക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കും എന്നെ താഴ്ത്തിക്കളയുവാൻ കഴിയുകയില്ല. ആരുടെയും ജീവിതം പോലെ എൻ്റെ ജീവിതം നശിക്കുവാൻ പാടില്ല. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഒന്നിനും കൊള്ളാത്തവനെ എന്ന് അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് മാത്രം, പ്രയോജനമില്ലാത്തവനെ എന്ന് പിതാവ് പറഞ്ഞാൽ അങ്ങനെയാകുമോ? നിന്റെ അധികാരി നിന്റെ മേൽ ഫയൽ വലിച്ചെറിഞ്ഞിട്ട് നീ ഇതിനൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം നീ തകർന്നു പോകുമോ? എന്തെങ്കിലും പരിശ്രമം നടത്തിയിട്ട് അതിൽ ഫലം കാണാത്തത് കൊണ്ട് മാത്രം നീ തകരുമോ? ഇനിയും നിന്റെ ജീവിതം മുഴുവനും ഫലമില്ലാത്തതാണോ? കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ അത് അജ്ഞാനമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ സഹോദരങ്ങൾ അജാനുബാഹുക്കളായിരുന്നു, യുദ്ധത്തിൽ പ്രാവീണ്യമുള്ളവർ. ബോഡി ഫിറ്റ്നസ് ഉണ്ടായിരിക്കണമല്ലോ. നമ്മൾ പോലീസിൽ ഇന്റർവ്യൂവിന് പോകുന്നതായ സമയത്ത് ഹൈറ്റ് കുറവാണെങ്കിൽ, സ്ട്രെങ്ത് കുറവാണെങ്കിൽ, ഹെൽത്ത് ഇല്ല എങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്നതായ രീതിയിൽ നീ ഓടുന്നില്ല എങ്കിൽ, അവന് എത്രമാത്രം അറിവുണ്ടെങ്കിലും ഇതിൽ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ആ പോസ്റ്റ് അവന് കിട്ടുകയില്ല. ദാവീദ് നോക്കുമ്പോൾ ശാരീരികമായിട്ട് അത്ര ആരോഗ്യമില്ലാത്തവനായിരുന്നു. സഹോദരന്മാർ അവനെ ഒഴിവാക്കി. സഹോദരന്മാരെല്ലാം പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. ഒരുവൻ മാത്രം ആടിനെ മേയ്ക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. അവൻ മാത്രം ആടുകളെ മേയ്ക്കുകയാണ്. എന്നാൽ അവൻ ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയോ? എൻ്റെ സഹോദരന്മാരെല്ലാം നല്ല നിലയിലാണ്, പട്ടാളത്തിൽ സേവ ചെയ്യുന്നു, നല്ല യൂണിഫോം ഇട്ടുകൊണ്ട്, നല്ല വാളും പരിചയമൊക്കെ പിടിച്ചുകൊണ്ട് അവർ ജോലി ചെയ്യുന്നു. അവർ വീരന്മാരാണ്. എന്നാൽ എൻ്റെ ജീവിതം നോക്കിയാൽ ഞാൻ മാത്രം ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് ഒരിക്കൽ പോലും ദാവീദ് വിഷാദിച്ചില്ല.
അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ ശീലിച്ചിരുന്നു. ബേത്ലഹേമ്യനായ ദാവീദ് നിങ്ങൾക്കറിയാമോ? അറിയില്ലേ? ബേത്ലഹേമിലെ വേറൊരാളുടെ പേരെന്താണ്? നവോമി. എലീമലേക്ക്, മഹലോന്, കില്യോൻ. ദാവീദിന്റെ വംശത്തിലുള്ള ആളുകൾ ക്ഷാമം വരുമെന്ന് ഭയപ്പെട്ടിട്ട് മോവാബിലേക്ക് പോകാനിടയായി. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെടുവാനിടയായി. താൻ വിധവയായി പോയി. യൗവനക്കാർത്തികളായ 2 വിധവകളും അവരുടെ കൂടെ ബാക്കിയായി. അപ്പോൾ അവൾ ഇങ്ങനെ കേട്ടു, ബേത്ലഹേമിൽ ആഹാരം കുറഞ്ഞു പോയിട്ടില്ല. ബേത്ലഹേമിൽ ആഹാരമുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് സമൃദ്ധിയായി ദൈവം ആഹാരം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ബോധം വന്നിട്ട് പശ്ചാത്തപിച്ചിട്ട് എന്റെ സ്വന്തം ജനത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഓർപ്പയും രൂത്തും ഞങ്ങളും വരികയാണെന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് വരുന്നത്? ഞാൻ പ്രായം ചെന്നവളായിരിക്കുന്നു. നിങ്ങൾ യൗവനക്കാരത്തികളാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കുക. എന്നോട് കൂടെ വന്നാൽ നിങ്ങളുടെ ഭാവി എന്തായിത്തീരും? അത് കേട്ടിട്ട് മരുമക്കൾ 2 പേരും ഏറെ ദുഃഖിച്ചു. എന്നിട്ട് ഓർപ്പ നവോമിയെ ചുംബിച്ചിട്ട് കടന്നുപോയി. രൂത്ത് പറഞ്ഞു, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെയും ജനമാണ്. മരണത്താൽ അല്ലാതെ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവളോട് പറ്റി നിന്നു. അങ്ങനെ അവർ 2 പേരും ചേർന്നിട്ട് ബേത്ലഹേമിലേക്ക് വരുവാനിടയായി. അവരുടെ ബന്ധുവായ ബോവസ് അവളെ വിവാഹം ചെയ്യാനിടയായി. അവളുടെ ജീവിതം വീണ്ടും അനുഗ്രഹിക്കപ്പെടാനിടയായി. ദൈവം അവൾക്ക് ഒരു മകനെ കൊടുത്തു. അവന്റെ പേരെന്താണ്? ഓബേദ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? 5-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കാം. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദിന്റെ വംശത്തിൽ നിന്ന് യേശുക്രിസ്തു വന്നു. അതായത് അതേ ബേത്ലഹേം ഗ്രാമത്തിൽ നിന്ന് യേശുക്രിസ്തു വരാനിടയായി. ദാവീദിനെ ഇവിടെ കാണാൻ കഴിയും. പ്രധാനമായിട്ടും അതാണ് നമുക്ക് വേണ്ടത്. രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ഏത് നാട്ടിൽ വെച്ചാണ്? ബേത്ലഹേമിൽ തന്നെ. ബേത്ലഹേം ചെറിയൊരു ഗ്രാമമാണ്. യേശുക്രിസ്തു ജനിച്ച ആ സമയത്ത് അതൊരു വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. നസറേത്തും വളരെ ചെറിയൊരു ഗ്രാമമാണ്. അവിടെയുള്ള ഗ്രാമങ്ങളിലെ വയലുകളിൽ ചെന്നിട്ട് ആടുകളെ മേയ്ക്കുന്നതായ സമയത്ത് ബേത്ലഹേമും യെരുശലേമും തമ്മിൽ 2 മൈലാണ് ദൂരമുള്ളത്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അങ്ങോട്ട് പോകുവാനായിട്ട് പല ഷോർട്ട് കട്ടുകളും കാണുവാൻ കഴിയും. ഇപ്പോഴാണ് ബസ് റൂട്ടുകളൊക്കെ അവിടെയുണ്ട്. അവിടെ വയലിൽ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അതിന് എതിരായിട്ട് യെരുശലേമിലെ മല കാണുവാൻ കഴിയും. എത്ര പേർ യെരുശലേമിൽ പോയിട്ടുണ്ട്? കുറച്ചു പേർ പോയിട്ടുണ്ട്. വീഡിയോയിൽ നാം എത്രമാത്രം കണ്ടാലും യെരുശലേമിനെ കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും ആ യെരുശലേമിൽ പോയെങ്കിൽ മാത്രമേ അവിടെയുള്ളതായ ആ അനുഭൂതി, മറക്കാൻ പറ്റാത്ത അനുഭൂതി. ഞാനാണെങ്കിൽ ആദ്യത്തെ തവണ യെരുശലേമിൽ ചെന്നപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുവാനിടയായി. ശരീരം കുളിരുവാനിടയായി. കർത്താവ് യാത്ര ചെയ്തതായ സ്ഥലം, കർത്താവിനെ ക്രൂശീകരിച്ച സ്ഥലം, സിയോൻ പട്ടണം, ദൈവത്തിന്റെ പട്ടണമെന്ന് വിളിക്കപ്പെടുന്നതായ യെരുശലേം. അവിടെ ഒരുപാട് മലകളുണ്ട്. ഒരു വശത്ത് സിയോൻ മല, മറുവശത്ത് മോറിയാമല, ഒലിവുമല, കാൽവറി മല. മലകളാൽ നിറഞ്ഞിരിക്കുന്നതായ സ്ഥലങ്ങളാണിത്. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ട് നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി ഞാനെന്താണ് ഇങ്ങനെയായി പോയത് എന്നൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല. മറിച്ച് അവൻ യെരുശലേമിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? എനിക്ക് കയറുവാൻ കഴിയാത്ത ഉയരമുള്ള പർവ്വതത്തിലേക്ക് എന്നെ കയറ്റേണമേ എന്ന്. ഈ കാലത്തുള്ള മനുഷ്യർക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് ആലോചനയില്ല, പോസിറ്റീവ് തിങ്കിങ് ഇല്ല.
രണ്ടുപേർ ചപ്പുചവറുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, നോക്ക്, എന്തൊരു ചപ്പുചവറാണ്, ഓ എന്തൊരു നാറ്റമാണ് ഇവിടെ ഉള്ളത്, എവിടെ നോക്കിയാലും മാലിന്യമാണ്, മാലിന്യമാണ്, ഹോ കഷ്ടം, മാലിന്യമാണ്, മാലിന്യമാണ്, മാലിന്യമാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. മറ്റേയാൾ അതേ മാലിന്യത്തിൽ ഇരുന്നു കൊണ്ട് മുകളിൽ ആകാശത്തേക്ക് നോക്കുകയാണ്. അബ്ബാ, ആകാശം എത്ര മനോഹരമായിരിക്കുന്നു, നക്ഷത്രങ്ങൾ എത്ര സുന്ദരമായിരിക്കുന്നു, ചന്ദ്രൻ നോക്ക് നല്ലവണ്ണം പ്രകാശിക്കുന്നുണ്ട്, ഹാ എത്ര വിശാലമായ ആകാശമാണ്, എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ടുപേരും എവിടെയാണ്? രണ്ടുപേരും മാലിന്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരാൾ ആ കുപ്പ കണ്ടിട്ട് കരയുകയാണ്, മറ്റൊരാൾ ആകാശത്തേക്ക് നോക്കി ദൈവത്തിൽ സന്തോഷിക്കുന്നു. നാം ദുഃഖിക്കുന്ന സമയങ്ങളിൽ, നിരാശപ്പെട്ടിരിക്കുന്നതായ സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ പരാജയങ്ങളെ നീ നോക്കുകയാണെങ്കിൽ തളർന്നു പോകും. എന്നാൽ ആ സമയത്ത് നീ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തെ ആരാഞ്ഞാൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം എത്ര ഉന്നതന്മാരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, ആ ഉയരമുള്ളതായ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, എന്നെ ഒരു പട്ടാളക്കാരനാക്കി മാറ്റണമേ, എൻ്റെ സഹോദരന്മാരെ പോലെ ആക്കണമേ, എൻ്റെ ചേട്ടനെ പോലെ കമാൻഡർ ആക്കണമേ, രണ്ടാമത്തെ ചേട്ടനെ പോലെ. ഇതൊന്നും ചോദിച്ചില്ല. എന്താണ് ചോദിക്കുന്നത്? അതുപോട്ടെ, എന്നെ ശൗലിനെ പോലെ രാജാവാക്കണമേ എന്നും അവൻ ചോദിച്ചില്ല. എന്താണ് ചോദിച്ചത്? ആ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, എനിക്കതിന് കയറുവാൻ കഴിയത്തില്ല, എന്നാൽ എന്നെ നീ കയറ്റണമേ. ഞാൻ പർവ്വതത്തിൽ കയറുമെന്നല്ല പറയുന്നത്, എന്നെ കയറ്റണമേ. കയറാൻ കഴിയുമോ? കയറുവാൻ കഴിയത്തില്ല. ആ സിയോൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചക്രവർത്തിയായി അവൻ മാറി. അവിടെ തന്നെ അവനെ പട്ടാഭിഷേകം ചെയ്യാനിടയായി. ദേവദാരു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ കൊട്ടാരത്തിൽ അവൻ അവിടെ താമസിച്ചു. അതൊന്നും അവൻ ചിന്തിച്ചിരുന്ന കാര്യമല്ല. കഴിയുമെങ്കിൽ ആ മലയിൽ കയറിയിട്ട് വരണമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവന്റെ രാജധാനി അവിടെ ഉണ്ടാക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ വിചാരങ്ങളെക്കാൾ അവന്റെ വിചാരങ്ങൾ എത്രയോ ഉന്നതമായിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്നു യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ വിചാരം അവിടെ വരെയേ പോവുകയുള്ളൂ. എന്റെ വിചാരങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ അതാർക്കും കണക്കുകൂട്ടി പറയുവാൻ കഴിയുന്നതല്ല. നാം കാണുന്ന ആകാശത്തിന് മേൽ തന്നെ മധ്യാകാശമുണ്ട്. ആ മധ്യാകാശത്തിന് മീതെ മൂന്നാമത്തെ ആകാശമുണ്ട്. ഇപ്പോൾ ഉള്ള ആകാശം തന്നെ എത്ര റോക്കറ്റുകൾ അയച്ചാലും ബഹിരാകാശ പേടകം അയച്ചാലും പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അവന്റെ വിചാരത്തിന്റെ ആഴം കണ്ടുപിടിക്കുന്നത് നമ്മെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. മറ്റൊരിടത്ത് ദാവീദ് പറയുന്നു, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഒരു പിടി മണലെടുത്തിട്ട് എണ്ണി തിട്ടപ്പെടുത്തുവാൻ പറഞ്ഞാൽ നമുക്കത് കഴിയുമോ ശരിയായിട്ട്? നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ വിചാരങ്ങളെ നോക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം അങ്ങനെയാണ്. എന്നാൽ നാം ഒരു പരാജയം സംഭവിക്കുമ്പോൾ നാം നിന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്തെല്ലാം സംഭവിച്ചാലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ഭാഗമാണ് എന്ന് നീ വിശ്വസിച്ചാൽ, ആഹാ, അമ്മായിമ്മ ചീത്ത വിളിച്ചു, ഹല്ലേലൂയ. ദൈവം ആദ്യം തന്നെ ഇത് അവന്റെ പ്രോഗ്രാമിൽ ഇത് വച്ചിട്ടുണ്ട്. ഈ ഡയലോഗുകൾ അമ്മായിയമ്മയുടെ വായിൽ നിന്ന് വരുമ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ തിരിച്ച് അവരെ ചീത്ത വിളിക്കാൻ പാടില്ല. എന്റെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് ദൈവം മനസ്സിലാക്കുന്നതിനായിട്ട് എനിക്ക് ടെസ്റ്റ് വച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കണം. നീ നന്മ ചെയ്യുന്ന ആളുകൾ നിനക്ക് തിന്മ ചെയ്യുന്ന സമയത്ത്, നീ വിശ്വസിച്ചവർ നിനക്ക് ദ്രോഹം ചെയ്യുമ്പോൾ, നീ പ്രതീക്ഷിച്ച ആളുകൾ നിന്നെ സഹായിക്കാതെ ഇരിക്കുമ്പോൾ,
സഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണത്. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആളുകളെ എങ്ങനെയാണ് സഹിക്കുന്നത്? കുതികാൽ വെട്ടുന്നവനെ എങ്ങനെ സഹിക്കാൻ കഴിയും? എന്നാൽ അവയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു ഭാഗമാണ്. വചനം പറയുന്നു, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. യൂദാ ഇസ്കരിയോത്ത് അങ്ങനെ പ്രവർത്തിച്ചതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി വേണം. എന്നാൽ യൂദാ ഇസ്കരിയോത്ത് എന്ന് പറഞ്ഞ് ദൈവം സെലക്ട് ചെയ്തില്ല. ആ പണിക്ക് ബലഹീനനായവനായതുകൊണ്ട്, അവൻ പിശാചിന് കീഴ്പ്പെട്ടതുകൊണ്ട്, എന്റെ കൂടെയുള്ളവൻ എന്തുകൊണ്ടാണ് എന്നെ ഒറ്റിക്കൊടുത്തത് എന്ന് പറഞ്ഞ് കർത്താവ് യൂദാ ഇസ്കരിയോത്തിനോട് കോപിക്കുവാനിടയായില്ല. നീ ദ്രോഹിയാണോ എന്നവനെ നോക്കി പറഞ്ഞില്ല. എന്താണ് കർത്താവ് പറഞ്ഞത്? ഒറ്റിക്കൊടുക്കുന്നവനെ ആരെങ്കിലും സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ടോ? ദ്രോഹി, ദുർമാർഗി എന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പഠിക്കുവാൻ കഴിയും. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. സന്തോഷമുണ്ടായിരിക്കും, കണ്ണുനീറുണ്ടായിരിക്കും. നമ്മെ പുകഴ്ത്തുന്ന ആളുകളുമുണ്ട്, നമ്മെ നിന്ദിക്കുന്നതായ ആളുകളുമുണ്ട്. നമുക്ക് നൽകുന്ന ആളുകളുമുണ്ട്, നമ്മിൽ നിന്ന് തട്ടിയെടുക്കുന്ന ആളുകളുമുണ്ട്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരുമുണ്ട്, നമ്മെ ഉപയോഗിക്കുന്നതായ ആളുകളുമുണ്ട്. എന്നാൽ നാം എല്ലാ സാഹചര്യത്തിലും കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ പഠിക്കേണ്ടതാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്താണ് ദുഃഖമുള്ളത്, സങ്കടം ഉള്ളത്, ഭാരം ഉള്ളത്, ആകുലത ഉള്ളത്? ഞാൻ ജീവിതത്തിൽ എന്തിനെ ഓർത്താണ് കരയുന്നത്? എന്തിനെ ഓർത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്ന് ആദ്യം തന്നെ നമ്മയൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് നാം തളർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നീ സങ്കടപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നീ ആകുലപ്പെടുന്നത്? ദൈവത്തോട് പറയുക, കർത്താവേ, നിനക്ക് സ്തോത്രം കരയറ്റുന്നു. നിന്നെ പോലെയുള്ള ഒരു ദൈവം എനിക്ക് കിട്ടിയതിൽ ഞാൻ ധന്യനാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ആകുലപ്പെടേണ്ടത്? ഞാൻ എന്തിനെന്റെ ജീവിതത്തിൽ ദുഃഖിക്കണം? കർത്താവേ, എന്റെ ചിന്തകളെല്ലാം നിന്റെ മേലിടുകയാണ്. ഈ ദിവസം മുതൽ നിന്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും. ലോകചിന്തകളെല്ലാം ഉപേക്ഷിച്ച് ക്രൂശിനെ വഹിച്ചുകൊണ്ട് ഞാൻ വരും. നിന്നോട് കൂടെ നടക്കാമെന്ന് ദൈവത്തോട് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് ദർശിക്കണമേ. ദുഃഖിച്ച് കരഞ്ഞ് 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 തളർന്നിരിക്കുകയാണ് ദൈവമേ. ദുഃഖിച്ച് 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 കണ്ണീർ വറ്റിയിരിക്കുകയാണപ്പാ. മനുഷ്യനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ചോദിച്ച് ചോദിച്ച് നിരാശയിൽ ഞങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. എന്റെ നിലവിളി കേൾക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വലിയ ദൈവം എനിക്കുണ്ട്. എന്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ പാപത്തിന് പകരം പ്രായശ്ചിത്തം ചെയ്തതായ ഒരു കർത്താവ് എനിക്കുണ്ട്. പിശാചിന്റെ കെട്ടുകളിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന വിജയശ്രീ ലാളിതനായ ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിനെന്ന് നീ പറഞ്ഞല്ലോ. ധൈര്യപ്പെടുവാൻ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഓരോ ദിവസങ്ങളിലും പലവിധമായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ അവയെല്ലാം നിന്റെ പാദപീഠത്തിലേക്ക് വെച്ചിട്ട് നിസ്സാരമായ ഈ കഷ്ടങ്ങളിൽ ഭയപ്പെട്ടു പോകാതെ വലിയൊരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിച്ച് നിന്നിലേക്ക് ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ളതായ ആനന്ദത്തോടുകൂടി, തൃപ്തിയോടെ, വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടത വരുമ്പോൾ നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സന്നിധിയിൽ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വലിയ ദൈവമാണെന്ന് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക, വിവരങ്ങൾ അറിയിക്കുക, കത്തുകൾ അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിൽ കൂടിയും SMS-ൽ കൂടിയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഏതു സമയത്ത് ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, ദൈവം ചെയ്യുന്നതായ അത്ഭുതങ്ങളെ അനുഭവിക്കുക. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസം കൂടിയതാണത്. ആ വിഷയം നിങ്ങൾക്കറിയാം. വ്യത്യസ്തമായ ഭാഷകളിൽ, വ്യത്യസ്തമായ ചാനലുകളിൽ എല്ലാ ദിവസവും കാൽവരി ദർശനം എന്ന പ്രോഗ്രാം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതായ പ്രോഗ്രാമുകളിൽ നിങ്ങളും പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സ്തോത്രകാഴ്ചയും സംഭാവനയും ഓൺലൈനിൽ കൂടി DDMO-യിൽ കൂടി ഞങ്ങൾക്ക് അയച്ചു തരുവാൻ കഴിയും. നിങ്ങളുടെ സഹായങ്ങൾ വിശ്വസ്തയോടെ അവന്റെ സന്നിധിയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് വരുവാൻ വേണ്ടി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സന്തുഷ്ടി ഇല്ലാത്തതായ അവസ്ഥയിലാണോ? എത്ര ഭക്ഷിച്ചാലും തൃപ്തിയില്ലയോ? എന്തെല്ലാം വാങ്ങിക്കൂട്ടിയാലും സന്തോഷമില്ലയോ? എത്ര സമ്പാദിച്ചാലും ആനന്ദമില്ലയോ? എന്തു ചെയ്താലും നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് യേശു കർത്താവിനെയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. യേശു കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കാം. നിന്റെ ഹിതമനുസരിച്ച് ഞാൻ നടക്കാം. നീ എൻ്റെ ഇടയനായിരിക്കണമേ, നീ എൻ്റെ കർത്താവായിരിക്കണമേ, നീ എൻ്റെ രക്ഷകനായിരിക്കണമേ എന്ന് വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതെ, യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നവനാണ്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നവനാണ്, നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്നതിനായി, നമ്മെ രക്ഷിക്കുന്നതിനായിട്ട്, നമ്മെ അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ കൊടുത്തവനാണ്. ഈ രക്ഷകനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിക്കൂ. അപ്പോൾ നീ എന്റെ പർവ്വതമാണ്, ഈ ലോകത്തിലുള്ളത് എനിക്കൊന്നും ആവശ്യമില്ല എന്ന് ദാവീദിനെ പോലെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന വീരന്മാർ ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നിങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം തന്നെ അവർ എന്നെ അറിയിക്കുന്നുണ്ട്. അവരും ഞാനും നമ്മുടെ സഭയും ചേർന്ന് നിങ്ങൾക്കായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക, രക്ഷയും അനുഗ്രഹവും അനുഭവിക്കുക. കർത്താവിന്റെ ഹൃദയത്തിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ